നമ്മൾ എൻസൈംസ് ആൻഡ് കോഎൻസൈംസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവാണ്, എൻസൈമിന്റെ നോമൻക്ലേച്ചർ. ഞാൻ നേരത്തെ ഒന്നാമത്തെ പാർട്ടിൽ തന്നെ പറഞ്ഞു, നമ്മളെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് ദ നോമൻക്ലേച്ചർ ആണ് എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനലി ഫോംഡ് നോമൻക്ലേച്ചറിനെ നന്നായിട്ടൊന്ന് റെക്ടിഫൈ ചെയ്ത് IUBMP എൻസൈമിനെ ക്ലാസിഫൈ ചെയ്ത് നോമൻക്ലേച്ചർ ചെയ്തതാണ് അത്, നെയിമിങ് ചെയ്തതാണ് അത്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ ഫസ്റ്റ് നോമൻക്ലേച്ചർ സിസ്റ്റം ആയിട്ടുള്ള ട്രിവിയൽ നെയിമിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്, അതിന്റെ ഡ്രോബാക്കും. അപ്പം 5 മാർക്കിന് നോമൻക്ലേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, യു ഹാവ് ടു ഡെഫിനറ്റ്ലി റൈറ്റ് ബോത്ത് ട്രിവിയൽ നെയിമിംഗ് ആസ് വെൽ ആസ് ദി 6 ക്ലാസ്സസ് ബൈ IUBMP. അത് കൃത്യമായിട്ട് എഴുതിയിരിക്കണം. ഇത് രണ്ടും വേറെ വേറെയാണ് എന്ന് വിചാരിച്ചേക്കരുത്. സിലബസിൽ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തത് കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ് us see ട്രിവിയൽ നെയിമിംഗ്. ഓക്കെ, ട്രിവിയൽ നെയിമിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന് 3 കമ്പോണൻസ് ഉണ്ടാകും. അത് ഫസ്റ്റ് കൊണ്ടുവന്നത് എമിൽ ഡിക്ലോക്സ് ആണ്. ഓക്കെ, എമിലി ഡിക്ലോക്സ് ഇൻ 1898. ഓക്കെ, അപ്പൊ ഇതിൽ 3 പാർട്ടാണുള്ളത്. സോ ദ ഇൻക്ലൂഡ് 3 പാർട്സ്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ആ എൻസൈം ഏത് സബ്സ്ട്രേറ്റിലാണോ ആക്ട് ചെയ്യുന്നത് ആ സബ്സ്ട്രേറ്റിന്റെ പേരായിരിക്കും. ഫോർ എക്സാമ്പിൾ ലാക്ടേറ്റിൽ ആക്ട് ചെയ്യുന്നതാണെങ്കിൽ ലാക്ടേറ്റ്, അതാണ് ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ആ എൻസൈം കാറ്റലൈസ് ചെയ്യുന്നത് എന്നാണ്. ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റിയാക്ഷൻസ് തന്നെ, ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ ആണോ അല്ല ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണോ, എന്താണോ അത്. ഓക്കെ, നാലാമത്തത് അതിൻ്റെയൊക്കെ അറ്റത്തായിട്ട് എന്ത് ചെയ്യും, എയ്സ് എന്ന് പറയുന്ന ഒരു ടേം ഉപയോഗിക്കാം. ഇത് എല്ലാറ്റിനും കോമൺ ആയിരിക്കും. ആദ്യത്തെ 2 എണ്ണം മാത്രമേ ഓരോ എൻസൈമിലും മാറുള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു നെയിമിങ്ങിനെയാണ് നമ്മൾ ട്രിവിയൽ നെയിമിംഗ് എന്ന് വിളിക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് ലാക്ടേറ്റ് ഡീഹൈഡ്രോജനേസ്. സോ വി ക്യാൻ സീ ദാറ്റ് ദ ലാക്ടേറ്റ് അല്ലെ, എൻസൈം ആക്ട് ചെയ്യുന്നത് ഏത് സബ്സ്ട്രേറ്റിലാണ്, ലാക്ടേറ്റിലാണ്. എന്താ അവിടെ നടക്കുന്നത്, ഒരു ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷൻ ആണ് നടക്കുക, ഡീഹൈഡ്രോജൻ അല്ലെ. ഡീഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത് ഒരു ഓക്സിഡോ റിഡക്ഷൻ റിയാക്ഷൻ ആണ്. അവസാനം നിങ്ങൾക്ക് എയ്സ് എന്ന് പറയുന്ന വാക്കും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതേപോലെ നിങ്ങൾ ഗ്ലൈക്കോലൈസിസിൽ പഠിക്കുന്നതാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ട്രയോസ് ഐസോമറേസ്. ഇതിൽ സബ്സ്ട്രേറ്റ് ഏതാണ്, ട്രയോസ് ആണ്. സബ്സ്ട്രേറ്റ് ട്രയോസ് എന്ന് പറയുമ്പോൾ 3 കാർബണുള്ള ഷുഗറിനെയാണ് നമ്മൾ ട്രയോസ് എന്ന് വിളിക്കുക. റിയാക്ഷൻ ഏതാണ്, ഐസോമറൈസേഷൻ റിയാക്ഷൻ ആണ്. എയ്സ് എന്ന് പറയുന്ന ടേം നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പം ഇങ്ങനെ നെയിം ചെയ്യുന്നതിനെയാണ് ട്രിവിയൽ നെയിമിംഗ് എന്ന് പറയുന്നത്. എമിലി ഡിക്ലോക്സ് ആണ് അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1898. ഇനി ഇതിന് ഡ്രോബാക്സ് ഉണ്ട്. ഓക്കെ, ഇത് ഈസിനെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെ, പെട്ടെന്ന് തന്നെ നമുക്ക് സബ്സ്ട്രേറ്റും ഇതും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പക്ഷെ ഇതേപോലെ തന്നെ ഡ്രോബാക്ക് ഉണ്ട്. കാരണം ഒരേ എൻസൈം തന്നെ പല പേരുകളിൽ അറിയപ്പെടും എന്നുള്ളതാണ് ഒരു ഡ്രോബാക്ക്. അല്ലെങ്കിൽ പല എൻസൈംസ് സെയിം പേരുകളിലും അറിയപ്പെടാം. അപ്പം ആ ഒരു ഡ്രോബാക്ക് ആണ് ഈ പറയുന്ന ട്രിവിയൽ നെയിമിംഗ് സിസ്റ്റത്തിലത്. ഈ ഡ്രോബാക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഈ ഡ്രോബാക്ക് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആൻഡ് നെയിമിംഗ് ആണ് IUBMP പ്രപ്പോസ് ചെയ്ത 6 ക്ലാസ്സസ് എൻസൈം എന്ന് പറയുന്ന 4 ഡിജിറ്റ് കൊണ്ട് എൻസൈമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആ ഒരു നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അതെന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കൂടെ ഒന്ന് പോയി കാണുക. നമുക്കറിയാം അത് സിസ്റ്റം പ്രകാരം ഒരു എൻസൈമിനെ 4 ഡിജിറ്റ് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഡിജിറ്റ് സൂചിപ്പിക്കുന്നത് ഏത് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് അത് കാറ്റലൈസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏത് ക്ലാസ്സിലാണ് അത് വരിക. രണ്ടാമത്തത് ഏത് സബ് ക്ലാസ്സിലാണ്. മൂന്നാമത്തത് ഏത് സബ് ക്ലാസ്സിലാണ്. നാലാമത്തത് ആ ഒരു ലിസ്റ്റിൽ എൻസൈമിന്റെ പൊസിഷൻ എന്താണ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് 1111 ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. അപ്പം 6 ക്ലാസ്സസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു, ഓക്സിഡോ റിഡക്ടേസ് അല്ലെങ്കിൽ ഡീഹൈഡ്രോജനേസ്, രണ്ടാമത്തത് ട്രാൻസ്ഫറേസ്, മൂന്നാമത്തത് ഹൈഡ്രോലേസ്, 4 ലയേസ്, 5 ഐസോമറേസ്, 6 ലിഗേസസ്. അപ്പം ഈ ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അതാണ് 2 ടൈപ്പ് ഓഫ് നോമൻക്ലേച്ചർ ഓഫ് എൻസൈം. അപ്പം നോമൻക്ലേച്ചർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ രണ്ടും മെൻഷൻ ചെയ്യണം. ട്രിവിയൽ നെയിമിംഗ് മാത്രം ചോദിക്കുന്നതാണെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ക്ലാസസ് ഓഫ് എൻസൈംസ് മാത്രം ചോദിക്കുന്നതാണെങ്കിൽ അത് മാത്രം മെൻഷൻ ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ എൻസൈംസിന്റെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. Okay, you can study along with the part 1.